എല്ലാവർക്കും ഓണാശംസകൾ. ഓണം മലയാളിയെ സംബന്ധിച്ച് വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ്. ഓണാഘോഷവും മാവേലി സങ്കല്പമൊന്നുമില്ലെങ്കിലും നമ്മുടെ ആദിവാസി ഊരുകളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി ചടങ്ങുകളുണ്ട്. നമ്മുടെ സമൂഹത്തിന് പ്രത്യേകിച്ച് ഓണാഘോഷ പരിപാടികളൊന്നുമില്ല. ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആഘോഷങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കമ്പളങ്ങൾ പോലെ, ഇപ്പോൾ 3 തരം കമ്പളങ്ങളുണ്ട്. കൃഷി ഇറക്കുന്ന സമയത്തും വിളവെടുക്കുന്ന സമയത്തും വിത്തിടുന്ന സമയത്തും ഇങ്ങനെ 3 തരം കമ്പളങ്ങൾ. അപ്പോൾ അതിൽ അവസാനത്തെ കമ്പളമാണ് രാജകമ്പളം എന്ന് പറയും. ആ കമ്പളത്തിനാണ് നമ്മൾ കൊയ്ത്ത് ഉത്സവങ്ങൾ പോലെ ചെയ്യുക. ഇങ്ങനെ ഉത്സവങ്ങളാണ് പൊതുവെ നമ്മൾ ഈ നടത്തി വരാറുള്ളത് കൃഷിയുമായി ബന്ധപ്പെട്ട്. വിത്ത് വിതയ്ക്കുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെയുള്ള കൃഷിയുടെ ഓരോ ഘട്ടത്തെയും ആഘോഷമാക്കുന്ന പാട്ടുകളും ആട്ടവുമുണ്ട്. മണ്ണിന്റെ മണമുള്ള ആ പാട്ടുകൾ നമുക്കൊന്ന് കേൾക്കാം. ഏലമേലെ കരിഞ്ചാമ എന്ന് പറഞ്ഞ ചാമ, ഇതാണ് ചാമ. അപ്പോൾ ഇതിൻ്റെ പേരാണ് പറഞ്ഞത്, ഏലയാണ് കരിഞ്ചാമ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവനെ കയ്യെ വീശി കുറു എന്ന് പറയുമല്ലോ, അതിനെ നമ്മുടെ ഉരലിൽ പൊടിച്ചിട്ട് അരിയാക്കാൻ വേണ്ടി ഇടിക്കുമ്പോഴാണ് ആ ലൈൻ പാടുന്നത്. കയ്യെ വീശി കൂരാണ്, അത് അരി ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ പൊടിക്കുന്നത്. ഏലമേലെ കറിഞ്ചാമേ മല്ലികേ കയ്യെ വീശി കൂറവുള്ള മല്ലികേ. അവർ ഇങ്ങനെ പൊടിക്കും, അരി ഉണ്ടാക്കാൻ വേണ്ടി പൊടിക്കും. അതുകൊണ്ടാണ് ആ വരി അങ്ങനെ വരുന്നത്. ചാമ പൊടിച്ച് അരിയാക്കാൻ വേണ്ടി. ഏലമേലെ കറിഞ്ചാമേ മല്ലികേ കയ്യെ വീശി കൂറവുള്ള മല്ലികേ. ആ ഏലമേലെ കറിഞ്ചാമേ മല്ലികേ കയ്യെ വീശി കൂറവുള്ള മല്ലികേ. ആ കയ്യെ വീശി കൂറവുള്ള മല്ലികേ സിന്ധു മന്ത് കൂറവുള്ള മല്ലികേ. കയ്യെ വീശി കൂറവുള്ള മല്ലികേ സിന്ധു മന്ത് കൂറവുള്ള മല്ലികേ. ഓടേ തില്ലേ ലേ 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 ലോ തില്ലേ ലോ തില്ലേ ലേ 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 ലോ തില്ലേ ലോ. ആ തില്ലേ ലേ 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 ലോ തില്ലേ ലോ തില്ലേ ലേ 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 ലോ തില്ലേ ലോ. കളക്കത്ത മാവുന്ത മല്ലികേ കാടുകത്തി വെക്കോമോ മല്ലികേ. ആ കളക്കത്ത മാവുന്ത മല്ലികേ കാടുകത്തി വെക്കോ പുള്ള മല്ലികേ. നാമു തന്നെ അറുത്താക്കി മല്ലികേ നമുക്ക് തന്നെ സ്വന്താകോ മല്ലികേ. ഓടേ തില്ലേ ലേ 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 ലോ തില്ലേ ലോ തില്ലേ ലേ 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 ലോ തില്ലേ ലോ. ആ നാമു തന്നെ അരിക്കോമോ മല്ലികേ കമ്പാളന്ത വിടുകോമോ മല്ലികേ. ആ നാമു തന്നെ അറുത്താക്കി മല്ലികേ നമുക്ക് തന്നെ സ്വന്താകോ മല്ലികേ. ആ നാമു തന്നെ അറുത്താക്കി മല്ലികേ നമുക്ക് തന്നെ സ്വന്താകോ മല്ലികേ. ആ തില്ലേ ലേ 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 ലോ തില്ലേ ലോ തില്ലേ ലേ 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 ലോ തില്ലേ ലോ. ആ തില്ലേ ലേ 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 ലോ തില്ലേ ലോ തില്ലേ ലേ 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 ലോ തില്ലേ ലോ. La la le la la le la la le la 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 le la la le la la le. La la le la la le la la le
ഒത്തൊരുമിച്ച് കൃഷി ചെയ്യുന്നതാണ് ആദിവാസി സമൂഹത്തിൻ്റെ രീതികളിലൊന്ന്. ഇതിന് കമ്പളം എന്നാണ് പറയുക. ആടിയും പാടിയും ഇവർ കൃഷിയെ ആഘോഷമാക്കും. പാട്ട് നമ്മൾ കിളയടലെ കൊകുന്തി എന്ന് പറഞ്ഞാൽ മുറച്ചക്കൻ മുറപ്പെണ്ണോട് പറയുന്ന ഒരു സംഭാഷണമാണ്. കിളയടലെ കൊകുന്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി സ്ഥലത്ത് കളയുണ്ടായിരിക്കും, അത് പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്. കിളയടലെ കൊകുന്തി കിളയടലെ കൊകുന്തി റായിക്കാടി നല്ല കുമുന്ത് കിളയടലെ കൊകുന്തി എന്ന് പറഞ്ഞാൽ റാഗി ഇട്ടുള്ള സ്ഥലത്ത് കളയുണ്ടാവും, അത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കുനിഞ്ഞിട്ട് പറിച്ചെടുക്കണം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ അട്ടപ്പാടി അലുവ ഞാൻ തരുകെ കൊകുന്തി മുറപ്പെണ്ണോട് നമ്മൾ പറയാണ്, നീ നന്നായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ അട്ടപ്പാടി അലുവ വാങ്ങിച്ച് നിനക്ക് തരാം. റാഗിയും ചാമയും ചോളവുമെല്ലാമാണ് ആദിവാസി സമൂഹത്തിൻ്റെ പ്രധാന കൃഷികൾ. പകലന്തിയോളം കൃഷിഭൂമിയിൽ തുടരുന്ന ഇവർക്ക് കൃഷിയോളം ഇഷ്ടപ്പെട്ടതാണ് പാട്ടുകളും. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ ഈ വിളവെടുക്കുന്ന സമയത്ത് വിളവെട്ടിട്ട് വേലി കെട്ടും. കാട് മൊത്തം ചുറ്റി വേലി കെട്ടണം.
ഇനിയുള്ളത് ഒരു നൃത്തമാണ്. ആദിവാസി ഊരുകളിൽ ആട്ടവും പാട്ടുമില്ലാതെ ഒരു ചടങ്ങുമില്ല. ജനനമായാലും മരണമായാലും ആഘോഷമായാലും ആട്ടവും പാട്ടുമായി അവർ ഊരുകളിൽ ഒത്തുചേരും. വൈകുന്നേരം ഞങ്ങളുടെ കളികളുണ്ടാവും സാർ. മറ്റേ മരണവേളകളിലും ഉത്സവവേളകളിലും ഞങ്ങൾ തീയിട്ട് ഇൻസ്ട്രുമെൻ്റ് ചൂടാക്കാൻ വേണ്ടിയാണ് തീയിടുന്നത്. അതുപോലെ പണ്ട് കാലങ്ങളിലൊക്കെ ലൈറ്റില്ല, അതുകൊണ്ട് തീയിടും. തീയിട്ടിട്ട് അത് ചുറ്റി ഞങ്ങൾ കളിക്കും. അപ്പോൾ അതിൽ ആദാസഖ്യ എന്ന് പറഞ്ഞത് ആദാസഖ്യ അധകസഖ്യ എന്ന് വരുന്നത് നമ്മൾ അത് ആടിക്കൊണ്ട് അപ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ വിളിക്കുന്നതാണ്, ഒരു അമ്മമാരാൽ വിളിക്കുന്നതാണ്. ഇതച്ചക്കെ അധകച്ചക്കെ ഉള്ളനെ കൊഞ്ച പുടുത്തുക്കകെ ഒരു സുളി ആടിക്കുകയെ എന്ന് വരുന്നതാണ് അത്. ചക്കോ 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 അതാ ചക്കോ അതൊക്കെ ചക്കോ പുള്ളക്കാരി ഓരോ ചൊള്ളി ആടുകക്ക് പാടുകക്ക് അതാ ചക്കോ അതൊക്കെ ചക്ക അതാ ചക്ക അതൊക്കെ ചക്ക അതാ ചക്ക അതൊക്കെ ചക്ക അതാ ചെയ്യാ ലാമിതേ
ലോക്കൽ ഭാഷ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ നോക്കുന്ന ആൾക്കാർക്ക് ഈ ഭാഷ അറിയണമെങ്കിൽ അറിയാം. പക്ഷേ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു കുറച്ച് ആൾക്കാർ. അതിനുവേണ്ടി പാടുന്നതാണ് ഇത്. മാട് വെട്ടി പോന്നാൽ ആമീതെ മാട് നോക്കിക്കൊണ്ടിരിക്കണം. മാടുക്കൊരു കണ്ണ് നമുക്കൊരു കണ്ണ് എന്ന് പറഞ്ഞിട്ട് മാടൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലും പോകും. എല്ലാവരും കൂടി ഈ ഇത്തരം പാട്ടുകളിൽ നമ്മൾ ഊരിലെല്ലാവരും പങ്കെടുക്കും. എല്ലാവരും പങ്കെടുക്കും. ഇത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 100 ആൾക്കാരോ 200 ആൾക്കാരോ ഉണ്ടാവും. ഇപ്പോൾ മരണ വേളകളിലൊക്കെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരും. അങ്ങനെ നമുക്ക് കളിക്കാനേ ഗ്രൗണ്ടേ തികയില്ല. അങ്ങനെ അല്ലാത്ത ആഘോഷങ്ങൾക്കൊക്കെ അവിടുത്തെ അമ്പലത്തിലൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അമ്പല പരിപാടികളിലേക്ക് ചെയ്യും. രാത്രികളിലൊക്കെ കമ്പള വേളകളിലും ചെയ്യും. പിന്നെ മൂന്നാമത്തെ പാട്ട് വള്ളിപ്പാട്ടാണ്. അത് നമ്മൾ ഉളവെന്ന് പറയും, കണ്ണും കാലി പൂട്ടെന്ന് പറയും. അത് ഓട്ടുന്നതെ കുറിച്ചാണ്. പക്ഷെ അതിൽ നമ്മൾ കാട് വെട്ടി കല്ല് പൊരുക്കിയിട്ടു. അങ്ങനെ മുള ഉണ്ടായിരുന്നു, അത് വെട്ടി തെളിച്ചു, വിത്തിട്ടു. അതേക്കുറിച്ചാണ് മൂന്നാമത്തെ പാട്ട് വരുന്നത്. ഇപ്പോൾ അടിക്കുന്ന പേരെ ദവിൽ, കൊകൽ, ജാൽറ. ഇത് അവർ പറഞ്ഞു കൊടുത്താൽ പിന്നെ ചെറുപ്പത്തിൽ നിന്ന് പഠിക്കുന്നതല്ലേ. ഞാൻ പോലും പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു 10 വയസ്സിൻ്റെ മുകളിലാണ് വേണ്ടെന്ന് ഉണ്ടായിരുന്നു മനസ്സിൽ. എന്താ ആരാ പോയി കളിക്കണ്, ഒരു ചമ്മലുണ്ടായിരുന്നു. അപ്പം 10 കൊല്ലം മുമ്പ് ഒരു 10 വയസ്സാകുമ്പോൾ അപ്പോൾ പിന്നെ നമുക്ക് പഠിക്കണം, നമ്മുടെ കൾച്ചറല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പാട്ട് ഇതൊക്കെ പഠിച്ചത്. നേരത്തുള്ള ആൾക്കാരും പാടും. പക്ഷെ നമ്മൾ ബാക്കിൽ പാടും, പക്ഷെ അറിയില്ല, പിന്നെ നോക്കിയാൽ അറിയില്ല. പിന്നെ പഠിക്കണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ അറിയുന്നുണ്ട്. എല്ലാ ഊരുകളിലും പോയി പാട്ട് പാടുന്നുണ്ട്, ആടുണ്ട്. അങ്ങനെ ഇപ്പം അറിയാത്ത ആൾക്കാർ ഒരു 100-ൽ 25 പേരുണ്ടാവുള്ളൂ. ഒരു 75% അറിയുന്ന ആൾക്കാരാണ്. അട്ടപ്പാടിയിലെ നമുക്ക് നാമേ എന്ന കലാകായിക സാംസ്കാരിക സമിതിയിലെ കലാകാരന്മാരാണ് ഈ പാട്ടുകൾ അവതരിപ്പിച്ചത്. ഇനിയുമുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പാട്ടുകൾ. ആ പാട്ടുകളൊക്കെയും നമ്മൾക്ക് കേൾക്കണം. അതിനായി മറ്റൊരവസരത്തിൽ ഒത്തുചേരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ.